നമുക്കിന്ന് ചെറിയേച്ചി ചരിത്രത്തിലെ അവസാന ഭാഗത്തിലേക്ക് കടക്കാം. ശ്ലോകം നോക്കാം. കമലവലയമെന്നും തമ്പലം നൽകി നൽകി തഴുകി വിരഹകാലേ വല്ലഭം ചക്രവാകി ചെറുതിടയിഹതാനേ ചക്ഷുഷാന്വേദി പിന്നെ തതനു ച മനസാമാമച്ചിതൻ നന്ദിനീവ. അതായത് സ്നേഹത്തിൻ്റെ മൂർത്തീഭാവമായിട്ട് കവികൾ ചിത്രീകരിച്ചിരിക്കുന്ന പക്ഷികളാണ് ചക്രവാകം. അപ്പോൾ ഇവിടെ ആസന്നമായ വിരഹദശയാണ്. അപ്പോൾ സന്ധ്യാസമയമാകുമ്പം ചക്രവാകങ്ങൾ പരസ്പരം പിരിയുമെന്നാണ് സങ്കല്പം. ഇണകൾ തമ്മിൽ പിരിയാറുണ്ട്. അപ്പോൾ ആ വിരഹദശയിൽ ചക്രവാകി താമര വലയമാകുന്ന തമ്പലം നൽകിക്കൊണ്ട് താമ്പൂലം നൽകിക്കൊണ്ട് വല്ലഭനെ തഴുകുകയാണ്. കാരണം ഇനി അധിക നേരമില്ല പിരിഞ്ഞു പോകാൻ. അപ്പോൾ ആ ഒരു സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് സ്നേഹത്തോടു കൂടി താമ്പൂലം നൽകിക്കൊണ്ട് വല്ലഭനെ ഇങ്ങനെ ഇണ ചക്രവാകം തഴുകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പകർന്നു കൊടുക്കുന്നത് അത് സ്നേഹാതിരേകത്തെ സൂചിപ്പിക്കുന്നതാണ് തഴുകുക എന്നുള്ളത്. അങ്ങനെ കുറച്ചു നേരം അദ്ദേഹത്തെ ഇങ്ങനെ പറന്നു പോകുന്ന ചക്രവാകത്തെ ഇങ്ങനെ കണ്ടുകൊണ്ട് കുറേ നേരം ഇങ്ങനെ അനുധാവനം ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് ചെറുതിടെ ഇഹതാനെ ചക്ഷുഷ അന്വേദി പിന്നെ തതനുജ മനസാമാം അച്യുതൻ നന്ദിനേവ. ഇതുപോലെ തന്നെയാണ് ചെറിയച്ചിയും എന്നെ സ്നേഹിക്കുന്നത്. ഞാനും ഇതുപോലെ ചെറിയച്ചിയെ കാണാൻ പോയിട്ട് പിരിയാറാവുമ്പോൾ വിരഹദുഃഖം സഹിക്കാൻ വയ്യാതെ അവൾ എന്നെ തഴുകി കുറേ നേരം ഇങ്ങനെ എൻ്റെ യാത്രയിലേക്ക് ഞാനിങ്ങനെ പോകുന്ന ആ ദിശയിലേക്ക് നോക്കി കുറേ നേരം നോക്കി നിൽക്കാറുണ്ട് എന്ന് പറയുകയാണ്. പ്രിയ സഖ ചെറിയച്ചി ദേവസേനയ്ക്കു പാങ്ങായി അരുണ ദിതിജ സൈന്യം വെണ്ട വിഖ്യാത കീർത്തേ കുസുമശരമുരാരേ ശംഖചക്രങ്ങൾ എൻ്റെ കരുതുവൻ ഉദയാസ്ത വ്യാപൃതൗ ചന്ദ്രസൂര്യോ. അതായത് ഇവിടെ സുഹൃത്തിനെ പ്രിയ സഖ സുഹൃത്തിനോട് പറയുകയാണ്. പലയിടത്തും തോഴനോട് പറയുന്നതായിട്ടാണ് പ്രിയ സഖ പ്രിയ സുഹൃത്തെ എന്നാണ്. ചെറിയച്ചിയാകുന്ന ദേവസേനയ്ക്ക് സഹായമായി അരുണനാകുന്ന അസുര സൈന്യത്തെ ജയിച്ചതായിട്ടുള്ളവനും വിഖ്യാത കീർത്തി ഉള്ളവനുമായ കാമദേവനാകുന്ന വിഷ്ണുവിൻ്റെ ശംഖചക്രങ്ങളാണ് ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന സൂര്യചന്ദ്രന്മാരെന്ന് ഞാൻ കരുതുന്നു. അതായത് ഇവിടെ ദേവസേന എന്ന് പറഞ്ഞിരിക്കുന്ന ദേവന്മാരുടെ ഭാഗം. ദേവന്മാരും അസുരന്മാരും ശത്രുക്കളാണ്. ഇവിടെ ദേവകളായിട്ട് കൽപ്പിച്ചിരിക്കുന്നത് ദേവസൈന്യത്തിൻ്റെ ആ ഒരു ഭാഗമായിട്ട് കൽപ്പിച്ചിരിക്കുന്നത് ചെറിയച്ചിയെയും മറ്റൊന്ന് ദിതിജ സൈന്യം എന്ന് വെച്ചാൽ അസുരന്മാരാണ്. അതായത് സൂര്യനെ അസുര ഭാഗമായിട്ട് കൽപ്പിക്കുകയാണ്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയച്ചിയുടെ ശൃംഗാരലീലയ്ക്ക് പറ്റിയ സമയം രാത്രിയാണ്. അതിനേറ്റവും യോജിച്ചത് ചന്ദ്രനാണ്. എന്നാൽ അതിന് ശത്രുവായിട്ടുള്ളത് ആരാണ്? പകൽ പ്രദാനം ചെയ്യുന്ന സൂര്യനാണ്. അതുകൊണ്ടാണ് ഇവിടെ അരുണനെ അല്ലെങ്കിൽ സൂര്യനെ നമ്മളുടെ ഭാവത്തിൽ കൽപ്പിച്ചിരിക്കുന്നതിന് കാരണം. അതുകൊണ്ടാണ് പറയുന്നത് ഈ സൂര്യനെ ജയിക്കുവാൻ അരുണനാകുന്ന അസുര സൈന്യത്തെ വെല്ലുവാൻ വേണ്ടിയിട്ട് വന്ന ആ ദേവസേനയെ അതിനെ ജയിച്ചവനും വിഖ്യാതകീർത്തി ഉള്ളവനുമായ കാമദേവന് ആകുന്ന വിഷ്ണു, അതായത് മഹാവിഷ്ണുവിനെ കാമദേവനായിട്ട് പറയുകയാണ്. അതിന് ശംഖചക്രങ്ങളാണ് എന്തിവിടെ സൂര്യനും ചന്ദ്രനും എന്നും പറയാണ്. അപ്പം ചന്ദ്രനാണ് ഇവർക്ക് ഇപ്പം ചെറിയച്ചിക്ക് അഭികാമ്യമായിട്ടുള്ളത്. പക്ഷേ സൂര്യൻ നേരം വെളുക്കുമ്പോൾ സൂര്യൻ വരുന്നു. ആ സൂര്യൻ എന്ന് പറയുന്നത് ചെറിയച്ചിക്ക് എന്താണ്? ശത്രുഭാവത്തിൽ നിൽക്കുന്നതാണ്. അപ്പം പകലല്ലല്ലോ ആവശ്യം, രാത്രിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കൽപ്പിക്കാനുള്ള കാരണം. പ്രിയ സഖ ചെറിയച്ചി മൈഥിലി മൂലമെങ്ങും തരുണഹൃദയലങ്കാം ചുട്ട ചന്ദ്രോ ഹനുമാൻ അപരജലധി മധ്യേ വ്യോമലാങ്കൂലലഗ്നം പരിപതതി നിലാവാം തീകെടുപ്പാനിതാനീം. അല്ലയോ പ്രിയ സുഹൃത്തെ, ചെറിയച്ചിയാകുന്ന സീത കാരണമായിട്ട് യുവാക്കന്മാരുടെ ഹൃദയമാകുന്ന ലങ്ക ചുട്ട ചന്ദ്രനാകുന്ന ഹനുമാൻ ആകാശമാകുന്ന വാലിലെ നിലാവാകുന്ന തീ കെടുപ്പാൻ ഇപ്പോൾ പടിഞ്ഞാറേ സമുദ്രമധ്യത്തിലേക്ക് ചാടിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ യുവാക്കന്മാരുടെ ഹൃദയത്തെ ലങ്കയായിട്ടാണ് പറയുന്നത്. ചന്ദ്രനാണ് ഹനുമാൻ, സീതയാണ് ഇവിടെ ചെറിയച്ചിയെ സീതയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ ചെറിയച്ചിയാകുന്ന സീത കാരണമായിട്ട് യുവാക്കന്മാരുടെ ഹൃദയമാകുന്ന ലങ്കയെ ചന്ദ്രനാകുന്ന ഹനുമാൻ എന്ത് ചെയ്തു? ചുട്ടു. ആ ചുട്ടെരിച്ചിട്ട് ആ തീ ഹനുമാൻ്റെ ആകാശമാകുന്ന വാലിൽ തീ കെടുപ്പാൻ വേണ്ടിയിട്ട് പടിഞ്ഞാറേ ദിക്കിലെ സമുദ്രത്തിലേക്ക് അദ്ദേഹം ചാടിയിരിക്കുന്നു. നല്ല ഉപമാനങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ല കൽപ്പന അതിമനോഹരമായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അടുത്ത ശ്ലോകം. ജയതി മദന മഹാരാജ്യ സർവാധികാരി മണിമുടിരുദയാദ്രേ രേഷവതാരാമണാളഹ
അനുനയ വിഷമാം മാറാക്കുമച്ചി സുതാം മേ വപുഷി വിഗതരോഷം വാഴ്ത്തുവോരാപ്തബന്ധു. അതായത് അനുനയത്തിനൊട്ടും വഴങ്ങാത്തതായിട്ടുള്ള അച്ചിസുതയെ എൻ്റെ ശരീരത്തിൽ വിഗതരോഷത്തോടുകൂടി വീഴ്ത്തുവാൻ പര്യാപ്തരായിട്ടുള്ള ഒരു ആപ്തബന്ധു, ആ ആപ്തബന്ധു ആയിട്ടുള്ള മദനൻ്റെ സാമ്രാജ്യത്തിൻ്റെ സാമ്രാജ്യത്തിന് സർവാധികാരിയായിട്ടുള്ള താരാമണാളനായ ചന്ദ്രൻ ഉദയപർവ്വതത്തിൻ്റെ രത്നശൃംഗത്തിൽ വിജയിച്ചരുളുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ചന്ദ്രനെക്കുറിച്ചാണ് പറയുന്നത്. അതായത് അച്ചീസുതയ്ക്ക് എന്നോടുള്ള രോഷം മാറിയിട്ട് എൻ്റെ ശരീരത്തിലേക്ക് വീഴുവാൻ രോഷം മാറിയിട്ട് എന്നിലേക്ക് വാഴ്ത്തുവാൻ ആപ്തമായിട്ടുള്ള ഒരു ബന്ധു ചന്ദ്രനാണ്. ആ ചന്ദ്രൻ എന്ത് ചെയ്യുന്നു? മദന മഹാരാജ്യത്തിൻ്റെ സർവാധികാരികാരനായിട്ട് ജയിച്ചരുളുന്നു. എവിടെ? ഉദയാദ്രിയിൽ താരാമണാളനായിട്ടുള്ള ചന്ദ്രൻ ജയിച്ചരുളുന്നു എന്ന് പറയുകയാണ് ഈ വരികളിൽ. അടുത്തത് പുലരുമിതു മലർന്നാലെൻ്റു മത്വാ മലർത്തും മുകുളിതമരവിന്ദം മുഗ്ധിക ചക്രവാകീം മമബെദ കുറിനാളെൻ്റുള്ള ലീലാരവിന്ദം മുകുളയതി നിശാർദ്ധം മുറ്റുമച്ചി സുദേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നേരം പുലരുമ്പോൾ നമുക്കറിയാം താമരപ്പൂ വിടരും, ആമ്പൽ എന്തു ചെയ്യും? അപ്പോൾ കൂമ്പും. കാരണം സൂര്യൻ്റെ കാമുകയാണ് താമരയെന്നും ചന്ദ്രൻ്റെ കാമുകയാണ് ആമ്പലെന്ന് നമുക്കറിയാം. അപ്പോൾ സൂര്യൻ വരുമ്പോഴാണ് സന്തോഷം കൊണ്ട് താമര വിടരുന്നത്. അപ്പോൾ ചന്ദ്രൻ മറയും, അപ്പോൾ സങ്കടം കൊണ്ട് ആമ്പൽ കൂമ്പും. അപ്പോൾ ഇവിടെ ഇതൊരു ബാഹ്യമായ ഒരു അലങ്കാര പ്രയോഗം എന്നുള്ളതുള്ളൂ. ആന്തരികാർത്ഥത്തിൽ അല്പം വ്യത്യാസം വരുന്നുണ്ട്. പുലരും ഇതു മലർന്നാൽ എൻ്റെ മത്വാ മലർത്തും മുകുളിത മരവിന്ദം മുഗ്ധിക ചക്രവാകിയും. അതായത് നേരം പുലരുമ്പോൾ മലർന്നു വരുന്നതായിട്ടുള്ളതാണ് താമരമുകുളങ്ങൾ. ഈ താമരമുകുളങ്ങൾ പതുക്കെയാണ് ഇങ്ങനെ വിടർന്നു വരുന്നത്. പക്ഷേ ചക്രവാക പക്ഷി തൻ്റെ ആൺ പക്ഷി വരാനുള്ള ആ ഒരു കൗതൂഹലം കൊണ്ട് അതിനെ, ആ താമര മലരിനെ, ആ മുകുളത്തെ ഇങ്ങനെ വിടർത്താൻ ശ്രമിക്കുകയാണ് പെട്ടെന്ന് തന്നെ. അത് പെട്ടെന്ന് വിടരുമ്പോഴേക്ക് ആര് വരും? തൻ്റെ ഇണ വരും എന്നുള്ള ഒരു സന്തോഷം കാരണം. എന്നാൽ ഇവിടെ മുകുളിതം അരവിന്ദം, മുകുളിതം എന്ന് വെച്ചാൽ മൊട്ടായിട്ടിരിക്കുന്നതിന് എന്ത് ചെയ്യുന്നു? ആ അരവിന്ദത്തെ ചക്രവാകി എന്ത് ചെയ്യുന്നു? അതിനെ മനോഹരമാക്കി വിടർത്താൻ ശ്രമിക്കുന്നു. അത് മമ ബെദ കുറിനാളെൻ്റെ ഉള്ള ലീലാരവിന്ദം മുകുളയതി നിശാർദ്ധം മുറ്റും അച്ചി സുതാവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സമാഗമത്തിൻ്റെ ഒരു കഥയാണ് പറയുന്നത്. അതായത് ഒരു കുറിനാൾ ഉണ്ട് ഇവർക്ക്, അതായത് അവർക്ക് തമ്മിൽ സമാഗമിക്കാനുള്ള ഒരു കുറിനാൾ ചെയ്തിട്ടുണ്ട്, ഒരു ദിവസം മുഹൂർത്തം കുറിച്ചിട്ടുണ്ട്. ആ മുഹൂർത്തത്തിലാണ് ഇവരുടെ സമാഗമം. പക്ഷേ ഇത് വിരഹത്തിൽ നിൽക്കുന്നതായതുകൊണ്ട് രാത്രിയിലെ ഈ കൂമ്പി നിൽക്കുന്ന ആ താമരമൊട്ട്, ആ താമരമൊട്ടിനെ വിടരാനായിട്ട് നേരം പുലരുമ്പോൾ ആ താമരമൊട്ട് വിടരാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ നിശാർദ്ധത്തിൽ രാത്രിയുടെ പകുതി ആവുമ്പോഴേക്കും എന്തിനു ശ്രമിക്കുകയാണ് അച്ചിസുത? ആ താമരമൊട്ടിനെ വീണ്ടും കൂമ്പാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. മറ്റൊരിടത്ത് ചക്രവാക പക്ഷി അതിനെ വിടർത്താൻ ശ്രമിക്കുമ്പോൾ ഇവിടെ താമരപ്പൂവിനെ കൂമ്പാനായിട്ടാണ് ശ്രമിക്കുന്നത് ചെറിയച്ചി. കാരണം തൻ്റെ വിരഹമായിട്ടിരിക്കുന്ന തൻ്റെ നായകൻ തന്നിൽ നിന്ന് പിരിഞ്ഞിരിക്കുകയാണ്. കുറിനാൾ വരുന്നു, പക്ഷേ ഈ താമരപ്പൂ വിടരുക എന്ന് പറയുമ്പോൾ പകൽ വരികയാണ്. ആ പകൽ ഇവരുടെ ശത്രുവാണ്. അപ്പോൾ ആ കുറിനാൾ, ആ ഒരു മുഹൂർത്തം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, ഈ രാത്രി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ആ വിടരാൻ പോകുന്ന ആ താമരമൊട്ടിനെ കൂമ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെറിയച്ചി ഇവിടെ ശ്രമിക്കുന്നത്. മനസ്സിലായി? ഇത് കണ്ടിട്ട് ചക്രവാകത്തിൻ്റെ ആ ഒരു രീതി കണ്ടിട്ട് തന്നോട് എന്തെങ്കിലും വെറുപ്പുണ്ടായിരിക്കുമോ ചെറിയച്ചിക്ക് എന്ന് സന്ദേഹിക്കുകയാണ് ഇവിടെ നായകൻ ചെയ്യുന്നത്. അടുത്ത വരി, നിജ മുകുളപുടം കൊണ്ടഞ്ജലിയും കൽപ്പയിത്വാ തൊഴുതിഹ ചെറിയച്ചി വക്ത്രചന്ദ്രന് തോറ്റ് കമലമടിമ പൂകെ കണ്ടു വിങ്ങിച്ചിരിച്ചങ്ങളി കുലകളനാദൈരാർത്തിതാമ്പൽ പ്രസൂനം. ഇതിൻ്റെ വിശദീകരണം വരുന്നത് ചെറിയച്ചിയുടെ സൗന്ദര്യമാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ചെറിയച്ചിയുടെ ചന്ദ്രനെ പോലെയുള്ള ആ വദനം കണ്ടിട്ട്, ആ സൗന്ദര്യം കണ്ടിട്ട് ആര് തോറ്റുപോയി? ചന്ദ്രനാണ് എന്ന് സംശയിച്ചിട്ട് താമരപ്പൂ അതിനോട് തോറ്റുപോയി. ആ സൗന്ദര്യത്തിൽ തോറ്റുപോയിട്ട് തൻ്റെ ആ വിടരാൻ വെമ്പി നിന്ന ആ ഇതളുകളെ കൂമ്പിക്കൊണ്ട് അഞ്ജലി, പൂമൊട്ടുകളെ പോലെ തൊഴുതു നിൽക്കുന്നത് പോലെ ആ താമരപ്പൂവ് പൂമൊട്ടുകളായി തീർന്നു. മനസ്സിലായില്ലേ? അതായത് ആ ചെറിയച്ചിയുടെ മുഖം ചന്ദ്രനെ പോലെയാണ്. ചന്ദ്രൻ ഉള്ളപ്പം താമരമൊട്ട് കൂമ്പുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചന്ദ്രനാണെന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുന്നു? ആ താമരപ്പൂവ്, വിടരാൻ വെമ്പി നിന്നിരുന്ന താമരപ്പൂ വീണ്ടും കൂമ്പിപ്പോയിട്ട് അത് അഞ്ജലി പോലെ കൈ കൂപ്പി നിൽക്കുന്നത് പോലെ മുകുളമായി തീർന്നു. ഇത് കാണുമ്പോൾ ആർക്ക് സന്തോഷമാണ്? ആ സൗന്ദര്യത്തിൽ തോറ്റ അടിമയെപ്പോലെ നിൽക്കുന്ന താമരപ്പൂവിനെ കണ്ടപ്പോൾ
ആമ്പൽ പൂക്കൾക്ക് ഭയങ്കര സന്തോഷമായി. അവർ വിങ്ങിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് വിങ്ങിച്ചിരിക്കുന്നത്? അളികുല കളനാദൈരാർത്ത്, അതായത് അളികുലം എന്ന് വെച്ചാൽ വണ്ടുകളുടെ കൂട്ടമാണ്. ആ വണ്ടുകളുടെ കൂട്ടത്തിൻ്റെ മുരൾച്ചയെ അവരുടെ കളിയാക്കിയുള്ള ചിരിയായിട്ട് ഇവിടെ കൽപ്പിച്ചിരിക്കുകയാണ്. പറഞ്ഞത് മനസ്സിലായില്ലേ? അതാണ് പറഞ്ഞത്, വണ്ടിൻ കൂട്ടങ്ങളുടെ ശബ്ദത്താൽ ആമ്പൽ പൂക്കൾ അതിൽ ആഹ്ലാദം കൊള്ളുകയാണ്. ചെറിയച്ചിയുടെ മുഖസൗന്ദര്യം കണ്ട് ചന്ദ്രനാണെന്ന് കരുതിയിട്ട് കൂമ്പിപ്പോയ താമരമുട്ടുകളെ കണ്ടിട്ട് ആമ്പൽപ്പൂക്കൾ എന്ത് ചെയ്തു? വണ്ടിൻ കൂട്ടങ്ങളുടെ ശബ്ദത്താലുള്ള ആ ഒരു കോലാഹലം അത് ആഹ്ലാദമായിക്കൊണ്ട് ചിരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അടുത്ത വരി, ഉദയപുര വിലാസോത്തം സമച്ചി സുതായ ഭവനമവനിസാരം കാൺമുതെൻ്റാസ്തയേവ ഉദയഗിരിശിഖാഗ്രാൽ പാദമൊട്ടേറെ വെച്ചിട്ടഴകൊട് ഗഗനം ചെന്തേറിനാനേഷ ചന്ദ്രഹ. അതായത് ഉദയപുര വിലാസത്തിലെ ഉത്തംസമായിട്ടുള്ള സ്ത്രീകളിൽ ഏറ്റവും ഉത്തമം ആയിട്ടുള്ള അച്ചി സുതായ ചെറിയച്ചിയെ ഭവനം അവനിസാരം കാൺമതൻ്റെ ആസ്തയ, അവരുടെ ഭവനം കാണണം എന്നുള്ള അതീവ ആഗ്രഹം കൊണ്ട് ഉദയഗിരി ശിഖാഗ്രാൽ, ഉദയഗിരിയുടെ അങ്ങേ അറ്റത്ത്, കൊടുമുടിയുടെ അങ്ങേ അറ്റത്ത് പാദമൊട്ടേറെ വെച്ചിട്ട് ഒരുപാട് ദൂരം ഒരുപാട് ദൂരം നടന്നിട്ട് അഴകൊട് ഗഗനം ചെന്തീറിനാനേഷ ചന്ദ്രഹ, അങ്ങനെ ആകാശത്തിൻ്റെ അങ്ങേ അറ്റത്ത് ആകാശത്തിലേക്ക് ചന്ദ്രൻ കയറി ചെന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? ഉദയപുരത്ത് താമസിക്കുന്ന ഏറ്റവും സുന്ദരിയായിട്ടുള്ള ചെറിയച്ചിയുടെ വീട് കാണണം എന്നുള്ള അതീവ മോഹം കൊണ്ട് ഉദയഗിരിയിൽ ഏറെ ദൂരം നടന്നിട്ട് ആകാശത്തേക്ക് ചന്ദ്രൻ ഏറി നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഭവനം കാണാൻ വേണ്ടിയിട്ടാണ്. അടുത്തത്, പ്രിയ സഖ ചെരികിലാഞ്ഞിതൻ നന്ദനായ മുറുവലൊളി വിലാസൈസ്ത്രായതാ മുല്ലയെല്ലാം അറിവതറിയ വേണം മൂടി വണ്ടിണ്ടയാൽ കൊണ്ടിരിലിടയിൽ ഒളിച്ചിട്ടന്തിയോടുല്ലസന്ധി. നല്ല ഒരു ഭാവനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അല്ലയോ പ്രിയ സഖാവേ, അല്ലെങ്കിൽ പ്രിയ സുഹൃത്തെ, ഇവിടെ ചെറിയച്ചിയുടെ മന്ദഹാസ വിലാസങ്ങളുമായിട്ടുള്ളൊരു സാദൃശ്യം കൈവരാത്തത് കൊണ്ട്, ചെറിയച്ചിയുടെ മന്ദഹാസത്തിൽ ഉള്ള ആ സാദൃശ്യം കൈവരാഞ്ഞത് മൂലം മുല്ലപ്പൂക്കൾ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് വിലപിക്കുകയാണ്. സാധാരണ കവികളെല്ലാം പല്ലിനെ ഉപമിക്കുന്നത് മുല്ലപ്പൂ മൊട്ടുകളോടാണ്. അതിൻ്റെ നിറവും ഒക്കെ ആയിട്ട് സാദൃശ്യം കൽപ്പിക്കുന്ന മുല്ലപ്പൂ മൊട്ടുകൾക്കാണ്. പക്ഷേ ഇവിടെ മുല്ലപ്പൂ മൊട്ടുകൾ വിലപിക്കുകയാണ്. കാരണം ചെറിയച്ചിയുടെ ചിരിയുടെ രൂപസാദൃശ്യം ഞങ്ങളുമായിട്ടില്ല എന്ന് കരുതി നാണക്കേട് കൊണ്ട് മുല്ലപ്പൂ മൊട്ടുകൾ വിലപിക്കുകയാണ്, ഞങ്ങളെ രക്ഷിക്കൂ എന്ന്. എന്നിട്ടോ അറിയേണ്ട കാര്യം നീ അറിയണം. എന്താണ്? നാണം മൂലം മുല്ലപ്പൂക്കൾ കരിവണ്ടുകളാൽ തങ്ങളുടെ മുഖം ആവരണം ചെയ്യുന്നു, പിന്നീട് ഇരുട്ടിൽ മറഞ്ഞു നിൽക്കുന്നു. കരിവണ്ടുകൾ കറുത്താണ്, അതിനാൽ തന്നെ മുഖം മറച്ചിട്ട് അതുകൊണ്ടും തങ്ങളെ കാണുമോ എന്നുള്ള ഭയം കൊണ്ട് വീണ്ടും ഇരുളിലേക്ക് അവ മറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. സന്ധ്യാസമയത്ത് വിടർന്നു നിൽക്കുന്ന ഈ മുല്ലപ്പൂമൊട്ടുകൾക്ക് ഒരു മാനുഷിക ഭാവം കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത അവസാനത്തെ ശ്ലോകമാണ് ചെറിയച്ചി ചരിത്രത്തിലെ. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട ചന്ദ്രൻ എന്ന് പറയുന്നത് നായകൻ തൻ്റെ കാമത്തെ എപ്പോഴും ഉദ്ദീപിപ്പിക്കുന്നു, എന്നെ കൊല്ലുകയാണോ എന്നൊക്കെ ചോദിച്ച് കരയുന്ന നായകൻ അവസാന ഭാഗത്ത് ചന്ദ്രനെ പ്രകീർത്തിക്കുന്നതായിട്ടാണ്, അദ്ദേഹത്തിൻ്റെ വിജയം ആശംസിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വയമിഹ മുഖലീലാമച്യുതൻ നന്ദനായ കുജയുഗമിവ കുംഭിച്ചംബുജം കൊണ്ട് കാട്ടി പുനരിഹ വിരഹേ അസ്മിൻ നമ്മെ രക്ഷിച്ച ചന്ദ്രൻ ഗ്രഹണജം അപമൃത്യും കെട്ടുനൂറ്റാണ്ട് വാഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൻ്റെ വിലാസങ്ങൾ കൊണ്ട് അച്ചീസുതയുടെ വദനവിലാസത്തിൻ്റെയും കൂമ്പിയ അംബുജങ്ങൾ കൊണ്ട് ചെറിയച്ചിയുടെ കുജലീലകളെയും സൗന്ദര്യം പ്രദർശിപ്പിച്ചിട്ട് ഈ വിരഹകാലത്ത് എനിക്കുണ്ടായ ദുഃഖത്തെയെല്ലാം ഇല്ലാതാക്കി എന്നെ രക്ഷിച്ചു, ഈ വിരഹകാലത്ത് എന്നെ രക്ഷിച്ചു. അങ്ങനെയുള്ള ചന്ദ്രൻ, അങ്ങനെയുള്ള അങ്ങേക്ക്, ചന്ദ്രനായിട്ടുള്ള അങ്ങേക്ക് ഗ്രഹണജന്യമായ, ഗ്രഹണ സമയത്ത് ഉണ്ടാകുന്നതായിട്ടുള്ള അപമൃത്യുവും അതിന് വിധേയനാവാതെ അങ്ങ് നൂറ്റാണ്ടുകളോളം വാഴുക എന്ന് ആശംസിച്ചുകൊണ്ട് ചെറിയച്ചി ചരിതം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും ചെറിയച്ചി ചരിതം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.